ഈ നാറിയ മനസ്സിലായില്ല നിങ്ങൾക്ക്? നമ്മളെ അപ്പി വൈജു, ഈ തന്തയില്ലാത്ത പൊലയാടി മോൻ. ഞാൻ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്താ ഇയാൾ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്ര ഭാഷ ഉപയോഗിക്കണമെന്ന്. നീ നാറി പറഞ്ഞ എന്താണെന്ന് നിങ്ങൾ കേട്ടു നോക്കി. ഇത് ചെറിയ ഭാഗമാണ് കേട്ടോ, ഫുള്ളിടാൻ വയ്യല്ലോ, അതുകൊണ്ടാണ് ഒന്ന് കേട്ടു നോക്കി. അത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മളെ ടി ജെ മോഹൻദാസിന് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും ഒന്നും കഴിയുന്നില്ല, വളരെയധികം പ്രയാസത്തിലാണല്ലോ. എന്താ കാരണം എന്നുള്ളത് ഇവൻ പറയുന്ന വിഷയത്തിലുണ്ട്. മാന്യ പ്രേക്ഷകരെ നമസ്കാരം, വലിയ സ്നേഹ നമസ്കാരം. നമുക്ക് ചിരിക്കണോ കരയണോ എന്നുള്ളതാണ് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക. ഈ ധൈര്യം ഞാൻ എന്റെ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല എന്നുള്ള ഒരു ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത്തരത്തിലുള്ള ഒരു വീഡിയോ കഴിഞ്ഞ മണിക്കൂറിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന സന്യാസി വര്യൻ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ലബ്യു മമ്മദു എന്നും പറഞ്ഞ് നമ്മുടെ മദ്രസ പൊട്ടന്മാര് പുതിയൊരു കലാപത്തിന് തീ കൊളുത്തി തുടങ്ങിയിട്ടുണ്ട്. ലബ്യു മമ്മദു, ഈ മമ്മൂഞ്ഞ് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ജബ്ബാർ മാഷായാലും ജാമിദ ടീച്ചറായാലും ആരിഫ് ഹുസൈൻ സാറായാലും ഇവരൊക്കെ കൃത്യമായിട്ടും ഇന്ന് ലോകത്തിനൊന്നടങ്കം പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഓരോ മലയാളിക്കും അറിയാം ഞമ്മന്റെ ഈ ലബ്യു മമ്മദിൽ ഈ മമ്മൂഞ്ഞ് എന്താണെന്ന് കൃത്യമായിട്ടും അറിയാം. അതുകൊണ്ട് എങ്ങനെയാണ് ഭാരതം എന്ന് പറയുന്ന എന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ പെറ്റമ്മ, ഈ പെറ്റ നാടിൽ കലാപത്തിന് ആസൂത്രണം ചെയ്യുക എന്നുള്ളതിന് ഓരോ കാലത്തും ഓരോ വഴികളുമായിട്ട് ജിഹാദികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ നാറി എന്താ പറഞ്ഞത് അറിയങ്ങള്? ലവ് യു മുഹമ്മദ്. യു പിയിലെ നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ടൊരു ബാനർ കെട്ടിയത് ഐ ലവ് യു മുഹമ്മദ്. അതിന് ആ കോണം കെട്ടി സന്യാസി നാറി യോഗി പോലീസിനെ വിട്ട് മുസ്ലിങ്ങളെ മുഴുവൻ തല്ലി ചതച്ചു. ഇവിടെ ലവ് യു കൃഷ്ണൻ, ലവ് യു അയ്യപ്പ, ലവ് യു ഗുരുവായൂരപ്പ, ലവ് യു രാമ, ഇതൊക്കെ പറഞ്ഞ് അവിടെ ആരെയും തല്ലാൻ വരുമോ? ആരെയും പ്രതിഷേധിക്കാൻ വരുമോ? ആരെയും കേസെടുക്കുമോ? പിന്നെ ലവ് യു മുഹമ്മദ് എന്ന് പറഞ്ഞതിന് ആ നാറി കോണം കെട്ടി സന്യാസിക്ക് എന്തിനാ കൊള്ളുന്നത്? ആ നാറി വർഗീയവാദിയാണ്, ഭൂലോക വർഗീയവാദിയാണ് ഉത്തർപ്രദേശ് ഭരിക്കുന്ന ആ നാറി. അതുകൊണ്ട് ആ നാറിക്ക് കൊള്ളും. ആ നാറി ഈ കയ്യൂക്കും ഈ ബലും കള്ളസ്വാമികളും ആൾ ദൈവങ്ങളും നൂറുകണക്കിന് ആളുകളെ ചുട്ടുകൊന്ന ആൾ ദൈവങ്ങളുണ്ട്, കള്ളസ്വാമികളുണ്ട്, കള്ള ആർഭാട സന്യാസികളുണ്ട്. നടപടി എടുക്കുമോ? ഇല്ല. പിന്നെന്താ? മുസ്ലിങ്ങളാണ്, തല്ലുകൊണ്ട് പോയിക്കോളും. ഭരണം അധികാരം പിടിച്ചടക്കിക്കാണ്ട് ഈ നാറിൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് തിരക്കിടില്ല. അതിനെക്കുറിച്ചാണ് ഈ നാറി പറയുന്നത്. ഇനിയിപ്പം വരുന്ന 3-ാം തീയതി മുസ്ലിങ്ങൾ വഖഫ് നിയമം കൊണ്ടുവന്നതിനെതിരെ ഒരു ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3-ാം തീയതി ഭാരത് ബന്ദ്. ആ ബന്ദിനെ കുറിച്ചൊക്കെയാണ് ഈ അപ്പി ബൈജു എന്ന നാറി പറയുന്നത്. മുസ്ലിങ്ങൾ സന്യാസിൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങി തൂറും, RSSകാരെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങി തൂറും. എടോ, കേരളത്തിലൊന്നും വന്നുകാണ്ട് RSSൻ്റെ ആ വിളയാട്ടൊന്നും എടുക്കാൻ പറയും. അപ്പി ബൈജു നാറി പൊലയാടി മോനെ ഒന്ന് എടുക്കാൻ വേണ്ടി പറയും. അവിടെ ഉണ്ടാവില്ല, അവിടെ വളരെ കുറവാണ്. ആ കുറവുള്ളവർക്ക് കൂട്ടം കൂടി തല്ലുകയാണ്. ഇവിടെ നിന്ന് വന്നാൽ എടുക്കാൻ പറയും. അപ്പം കാണാം RSS ആണോ തൂറുക, മറ്റുള്ളവരാണോ തൂറുക എന്നുള്ളത് അപ്പം കാണാം. അപ്പി ബൈജു നാറി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ടി ജെ മോഹൻദാസ് ഇതിനെക്കുറിച്ചൊന്ന് പറയുന്നത്, അതിന് അൻസാരി ഉസ്താദ് ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. ഞാനിന്ന് വളരെ ദുഃഖിതനാണ്. ഷുഗർ കൂടി തോന്നും. വാസ്തവത്തിൽ ഇന്ത്യക്കാരനായിട്ട് ജനിച്ചതിൽ എനിക്ക് വല്ലാത്ത അപമാനം തോന്നുന്നു. എന്താ പറയുക, അപമാനം തോന്നാനുള്ള കാരണത്തിൻ്റെ രാഷ്ട്ര നിർമ്മാണത്തിലോ സ്വാതന്ത്ര്യ സമരത്തിലോ യാതൊരു പങ്കുമില്ലാത്തൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ മൂപ്പർക്ക് എപ്പോഴും സദാസമയവും ഭയങ്കര മാനസികമായ സംഘർഷമോ ആത്മരക്ഷമൊക്കെ തോന്നാറുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾ ഇതിൻ്റെ ഭാഗമാകാൻ പറ്റില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ജീവിച്ചത്, ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ എന്ത് കാര്യം? അത് മാത്രമല്ല, നിങ്ങൾ എന്ത് സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് ചെയ്യുന്നു ചോദ്യം നിരന്തരമായി അസ്ത്രം പോലെ നെഞ്ചിൽ വന്ന് പതിക്കുമ്പോഴും അദ്ദേഹം നിസ്സഹായനായി പലപ്പോഴും നിന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ദുഃഖമാണ് ഇപ്പോഴും രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി മുത്തേ? വാവേ പറ. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് വല്ലാത്ത നിസ്സഹായാവസ്ഥ അനുഭവപ്പെട്ടു. നിസ്സഹായാവസ്ഥ. കാരണം ഒന്നും ചെയ്യാൻ ഇന്ത്യയിൽ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാനില്ല. ആകെ ഈ പറയപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, അവിടെ വന്നിട്ട് പച്ച വർഗീയത പറയുക. അതാണെങ്കിൽ നേരെ ഒന്ന് എണീറ്റ് പോലെ നിൽക്കാൻ പറ്റുന്നില്ല. നേരെ ഒരു അതുമായി വിട്ട് തന്നെ താഴ്പൂ. അങ്ങനത്തെ മനുഷ്യനാ. എന്നിരുന്നാലും പച്ച വർഗീയത പറയാൻ യാതൊരു മനസ്താപവും ഇല്ല. എന്നെങ്കിലും ഇവൻ്റെയൊക്കെ വായുന്നൊരു നല്ല വാക്ക് കേരള സമൂഹം കേട്ടിട്ടുണ്ടോ? ഒരുമേനെക്കുറിച്ച്, നന്മേനെക്കുറിച്ച്, കരുണയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച് ഒന്നുമില്ല. അന്ന് കേൾക്കത്തില്ല. പച്ച തോന്നിയാസം അങ്ങനെ പറയാം. ഏതെങ്കിലും സമൂഹത്തിനെതിരെ ഇങ്ങനെ വർഗീയത പറയാം. ഒന്നില്ലെങ്കിൽ ക്രിസ്ത്യാനിനെ പറയും, ഇല്ലെങ്കിൽ മുസൽമാനെ പറയും. ശ്വാസം മുട്ട് എൻ്റെ പൊന്നണ്ണ, ശ്വാസം മുട്ട്. പങ്കജ കസ്തൂരിയും കോഴിക്കൂടിൻ്റെ അടിയിലെ മണ്ണില്ലേ, ഇത് രണ്ടും കൂടെ സമ്മിശ്രമായി ചേർത്ത് തിന്നു നോക്കിയേ.
നിങ്ങളുടെ സകല സോക്കേടും മാറും. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സോക്കേടിന് ശ്വാസം മുട്ട്. പിന്നെ ശ്വാസം മുട്ട് അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മുടെ ശ്വാസക്കുഴലില്ലേ, ഈ ശ്വാസക്കുഴൽ മുതൽ ഈ നമുക്ക് ശ്വാസം എടുക്കാനുള്ള മുഴുവൻ നരമ്പുകളിലും ഈ വർഗീയത ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കണം. അതിൻ്റെ കൊഴുപ്പ് ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് ബ്രീത്ത് എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അമ്മാവൻ ആരെങ്കിലും ഇടപെട്ട് അമ്മാവനെ സഹായിക്കണം. അമ്മാവന് ഭയങ്കര ശ്വാസമുട്ടാണ്, ഒരു രക്ഷയില്ലാത്ത ശ്വാസമുട്ടാണ്. കാരണം ശ്വാസനാളത്തിൽ വരെ ഈ വർഗീയത ഇങ്ങനെ കുത്തിക്കേറി നിൽക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ ബ്ലോക്ക് ആയിരിക്കുക. അതുകൊണ്ട് എവിടെങ്കിലും അമ്മാവന് ഇതിന് വിദഗ്ധമായ ഒരു ചികിത്സ കൊടുക്കണം. അമ്മാവോ ഒരു ബാക്കി പറ. ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ശോചനക്കുറവാണ്. ഒന്നില്ലെങ്കിൽ മാനസുത, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വയറിളക്കുക. അതോടുകൂടി വയർ സെറ്റായി കഴിഞ്ഞാൽ പവർ റൈസ്. പിന്നെ ജീവൻ കിടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചെന്തോ വാരി വലിച്ച് അങ്ങനൊന്നും ജീവൻ കിടക്കണമെന്നില്ല. കാരണം കേരളത്തിൽ യാതൊരു ഉപകാരം ഇല്ലാത്ത നിങ്ങളുടെ ഒന്നും ജീവൻ കിടന്നിട്ട് ഒരു കാര്യമില്ല. പോണെങ്കിൽ ഇങ്ങോട്ട് പോട്ടെന്ന് വിചാരിക്കണം. ഇതൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ചെയ്യാൻ നാട്ടുകാർക്ക് ശല്യം എന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അവനവൻ പഠിച്ച വിദ്യാഭ്യാസം വിവരം കൊണ്ട് നാട്ടുകാർക്ക് ഉപകാരം വേണ്ടേ? 10 അക്ഷരം നാലാളുകൾക്ക് യൂട്യൂബ് ചാനൽ വഴി എന്തെങ്കിലുമൊക്കെ കേൾക്കുന്ന മനുഷ്യർക്ക് അവരുടെ മസ്തിഷ്കത്തിലേക്ക് ഈ വിഭാഗീയതയും വർഗീയതയൊക്കെ അപ്പുറം അവനവൻ പഠിച്ചെന്തെങ്കിലും വിജ്ഞാനം പങ്കുവെച്ചിരുന്നെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടായിരുന്നു. ഭക്ഷണം പോലും കഴിക്കാൻ വയറ്റിൽ നിന്ന് പോകുന്നില്ല. ഇതിനൊക്കെ കാരണം ഒരു മനുഷ്യനാണ്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഒരു പ്രസംഗം, ആ പ്രസംഗം എന്നെ നടുക്കിക്കളഞ്ഞു. ആദിത്യനാഥ് പ്രസംഗിക്കുന്നു, പറഞ്ഞാൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ, ചെയ്തു പോന്ന ശീലം മാറ്റാത്തവരുണ്ടെങ്കിൽ അവരെ കൊണ്ടത് മാറ്റിക്കാൻ ചില ഡെന്റിങ്ങും പെയിന്റിങ്ങും വേണ്ടി വരും. ഐ ലവ് യു മുഹമ്മദുമായി ബന്ധപ്പെട്ട് ബാനറും മറ്റു ആഘോഷങ്ങളും ഒക്കെ ഞങ്ങൾ പറയുന്ന രൂപത്തിലാണ്. കാർ ഓടിച്ച് എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ചളുക്ക് വീഴും, കുറച്ച് പെയിന്റും ഒക്കെ പോകും. ഈ ചളുക്ക് മാറ്റാനായിട്ട് നമ്മൾ മറുവശത്തൂടെ ഇടിച്ച് ഐ ലവ് യു മുഹമ്മദുമായി ബന്ധപ്പെട്ട് ആളുകൾ നടത്തിയ റാലി അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധ പ്രകടനം, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകനെ സ്നേഹിക്കേണ്ടതുണ്ട്. ഞങ്ങൾ സ്നേഹിക്കും. അതിന്റെ ഭാഗമായി ഞങ്ങൾ ബാനർ കിട്ടും, ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കും, ഞങ്ങൾ തക്ബീർ മുഴക്കും. ഇതൊക്കെ പറയുമ്പോൾ ഇതിന് ഞങ്ങൾ ചില ഡെന്റിങ്ങും പെയിന്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ മറ്റേ ബുൾഡോസർ രാജില്ലേ, നിങ്ങളുടെ വീടും കടയൊക്കെ ഞങ്ങൾ ധ്വംസിച്ച് കളയുന്ന ഭീഷണിയാണ്. ആ പരിഹാസരൂപമാണ്. അമ്മാവനെ എണീറ്റ് നിന്നൊരു കീഴ്വായി വിടാനുള്ള ആരോഗ്യം പോലും ഇല്ലെങ്കിലും യോഗി ഇപ്പം എന്ന് പറയുമ്പോൾ പവറേഷ് ഇങ്ങനെ കൂടുകയാണ്. അതിങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ പറയാണ്. അപ്പോൾ യോഗി കയറി എന്ത് ചെയ്തു? യോഗിയുടെ പോലീസിനെ കൊണ്ട് അടിച്ച് നിരത്തി എന്നൊക്കെ വളരെ ഐതിഹാസം. ഏത് അഹിംസയാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നതെന്ന് പറയുന്ന ആളുകളുടെ കാര്യം. ചിരപുരാതനമായ ഒരു സംസ്കാരം അഹിംസയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞ ആളുകളാണ്. പറഞ്ഞാലോചിക്കേ, അവരാണ് ഈ പറയുന്നത്. ഞങ്ങൾ എതിർ ശബ്ദങ്ങൾ എല്ലാ കാലത്തും അങ്ങനെ. ഇപ്പോൾ ഗൗരി ലങ്കേഷിൻ്റെ കാര്യത്തിൽ നമ്മൾ ആലോചിച്ചാൽ മതി. ഗൗരി ലങ്കേഷിനെ നെഞ്ചിനൊക്കെ എങ്ങനെ തുള വീണത്. അഭിപ്രായം അവർക്കിഷ്ടമല്ലാത്ത രാഷ്ട്രീയം പറയുന്നവരും മതം പറയുന്നവരെയും അവർ ഈ രൂപത്തിൽ എന്ത് ചെയ്യും? വീടാണെങ്കിലും സ്ഥാപന ജംഗ വസ്തുക്കളെയൊക്കെ ഞങ്ങൾ കുളം തോണ്ടിക്കളയും. അങ്ങനെ ചെയ്തു എന്ന് മൂപ്പർ വളരെ താല്പര്യപൂർവ്വം, പരിഹാസ രൂപേണ താല്പര്യപൂർവ്വം വലിയ ഐതിഹാസിക സംഭവമായിട്ട് അവതരിപ്പിക്കാൻ. എന്നാലും ഇവൻ്റെയൊക്കെ മനസ്സിന്റെ വേഷം എന്തെങ്കിലും നല്ല വാക്ക് വേണ്ടി വാങ്ങി കേട്ടിട്ടുണ്ട്. കേൾക്കാൻ യാതൊരു ഇടയില്ല. ഒരു ഐ ലവ് യു മുഹമ്മദ് കേൾക്കുമ്പോൾ പേടിക്കുകയാണ്. പേടി ഉണ്ടെന്ന്, പേടി വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല. ഒരു സമൂഹം എന്തെല്ലാം ഇവിടേക്ക് എന്തെല്ലാം തരത്തിലുള്ള പ്രചരണം നടത്തിയതും യാതൊരു പ്രതിഫലം ഉണ്ടാകുന്നില്ലല്ലോ. അപ്പം ഇദ്ദേഹം പരിഹസിച്ച് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞു ഏകദേശം 1400 കഴിഞ്ഞ് 1500ലേക്ക് ഇപ്പോൾ എത്തിച്ചേരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ച ചെരുപ്പിനെ കുറിച്ച് വരെ 100 കണക്കിന് ഗ്രന്ഥങ്ങൾ, അവിടുന്ന് കണ്ണിലിടാൻ ഉപയോഗിച്ച സുർമക്കോലിനെ കുറിച്ച് വരെ എത്രയോ ഗ്രന്ഥങ്ങൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിക്കപ്പെട്ടത് ഈ ഒരു മഹാത്മാവിന്റെ പേരിൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇടുന്ന പേര് ഈ മഹാത്മാവിന്റെ പേരിൽ. ഇങ്ങനെ എല്ലാ നിലക്കും ഒരു ഹീറോ. ഇപ്പൊ ട്രെൻഡിങ് യൂറോപ്പിലടക്കമുള്ള രാജ്യങ്ങളിൽ ഏറ്റവും അധികം ട്രെൻഡിങ്ങിൽ ഇസ്ലാം എന്ന ആശയം നിലനിൽക്കുന്നു. അതിനേക്കാൾ മികച്ചുന്ന പല ആശയങ്ങളും ആളുകളെ ഉള്ളിൽ നിന്ന് പോവുകയും അവരുടെ ആരാധനാലയങ്ങൾ വരെ എന്ത് ചെയ്യുന്നു, ബാറും മറ്റുമൊക്കെ ആയി പോകുന്ന ദുഃഖകരമായ വാർത്ത നമ്മൾ കണ്ടതാണ്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹം അവരുടെ ഹൃദയത്തിൽ നിന്ന് മായ്ക്കാൻ കഴിയുന്നില്ല, തേച്ച് മായ്ക്കാൻ കഴിയുന്നില്ല. അതിന് ആക്ഷേപത്തോടും പരിഹാസത്തോടു കൂടിയും ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ടൊക്കെ അവർ സമീപിച്ചിട്ടൊന്നും യാതൊരുവിധ പ്രതിഫലനം ഉണ്ടാകാതിരുന്നപ്പം ഇപ്പം ആ സ്നേഹിക്കുന്ന മനുഷ്യരെ പൂർണ്ണാർത്ഥത്തിൽ അവരെ എന്ത് ചെയ്യണം? ബുൾഡോസർ രാജ്യം കൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അവിടുത്തെ സ്നേഹമൊന്നും വേണ്ടാതെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ മുഹമ്മദ് നബിനെ എത്ര വേണമെങ്കിലും ആക്ഷേപിച്ചോളൂ. മുഹമ്മദ് നബിനെ പറയുന്നത് ഇവിടുത്തെ ഇന്ത്യ സമൂഹത്തെ മുഴുവനും നമുക്ക് അങ്ങ് നിശ്ചലമാക്കുന്നു വിചാരിക്കാം. നിങ്ങൾ പറയുന്ന ഒരു ആശയത്തെ ഏറ്റെടുക്കാൻ ഈ സമൂഹത്തിന് ആരും ഉയർന്നതുണ്ട്. ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും വേണോ? നിങ്ങൾ ഈ പറയുന്ന പ്രത്യയശാസ്ത്രം, നിങ്ങളിവിടെ എത്ര നേതാക്കന്മാരുണ്ട്, നിങ്ങൾ പറയുന്ന ഈ ആശയം അത് ഇന്ത്യക്കാർക്ക് മതി, അത് മതി എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏതെല്ലാം രാജ്യങ്ങളിൽ ഈ ആശയം സ്വീകരിച്ചു. ഇപ്പൊ അമേരിക്കയിൽ എന്താണ് പുതിയ നിയമം വന്നത്? ആ മാത്യു സാമുൽ പറഞ്ഞു കേട്ടില്ലേ, ഹനുമാന്റെ പ്രതിമ വെച്ച് വലിയ ആഘോഷങ്ങളും സംഭവമൊക്കെ ആയപ്പോൾ അവിടുത്തെ അമേരിക്കൻ ഗവൺമെന്റ്, ഞാൻ പറഞ്ഞില്ലേ മാത്യു സാമുൽ പറഞ്ഞാൽ ഇതിവിടെ എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു, ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ മനുഷ്യർക്ക് ധാർമ്മികതയും മാനവിക മൂല്യങ്ങളും കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പറയുന്ന എന്തൊരു സംഗതി ലോകത്ത് വിഭാവനം ചെയ്താലും അത് ഏറ്റെടുക്കാൻ ആളുകളുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രവാചകനോടുള്ള സ്നേഹം സഹസ്രാബ്ദങ്ങൾക്ക് ഇപ്പുറം കഴിഞ്ഞിട്ടും ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ നിന്ന് മായ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്നിരിക്കെ
നിങ്ങൾ ഈ ബുൾഡോസർ രാജ് കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും ഇഷ്ടമൊക്കെ നിങ്ങൾക്ക് കുറച്ച് കളയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചിലപ്പോൾ അതിന് പേര് ആയിരങ്ങളെ കൊന്നേക്കാം, വെടിവെച്ചേക്കാം. നിങ്ങൾ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന പ്രത്യയശാസ്ത്രത്തെക്കാൾ ഏറ്റവും മികച്ച പ്രത്യയശാസ്ത്രം കൊണ്ടുവരും. ആളുകൾക്ക് ആകർഷണീയമായ പ്രത്യയശാസ്ത്രം കൊണ്ടുവരും. സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും പറയുകയും അത് കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ മറ്റുള്ളവനോട് കാരുണ്യം തോന്നുന്ന എന്തെങ്കിലും ആശയം കൊണ്ടുവരും. പകരം നിങ്ങൾ JCB പൊക്കി കാണിച്ചാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തോന്നുന്നത് നിങ്ങൾക്ക് വെറുതെയാണ്. ഇങ്ങനെ JCB കൊണ്ട് നിങ്ങൾ തോണ്ടാൻ തുടങ്ങിയിട്ട് നിങ്ങൾ പറയുന്ന ഈ മഹത്തായ ആശയങ്ങൾ ഈ സഹസ്രാബ്ദങ്ങൾ മുഴുവൻ കടന്നു വന്നിട്ടും ഇപ്പൊ എത്ര മനുഷ്യർക്കുണ്ട്? 50% ആളുകൾ നിരീശ്വരവാദികളാണ്. അവർക്ക് മതത്തെക്കുറിച്ച് അറിയത്തില്ല. ഇന്ന് രാജ്യം ഭരിക്കുന്നവർ പോലും അവർ ഉയർത്തിപ്പിടിക്കുന്ന ഈ ആശയത്തിന്റെ ഗ്രന്ഥങ്ങൾ, ഈ വേദങ്ങൾ പഠിപ്പിക്കാൻ, ഇവിടുത്തെ സമൂഹത്തിൽ ഇത് പ്രചരിപ്പിക്കാൻ എത്ര പേര് തയ്യാറായി? ആർക്കും വേണ്ടതേ. എന്നാൽ വിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണോ? ഇപ്പൊ ഗസയിൽ ഇങ്ങനെ തീട്ട് നശിപ്പിക്കുന്നുണ്ടല്ലോ. 50,000-ഓളം വരുന്ന ഹാഫിളുകളുണ്ട് അവിടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബോധം വരട്ടെന്ന് വിചാരിച്ച് പറയാം. ലോകത്ത് എത്ര കോടി മുസ്ലിങ്ങളെ കൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസൽമാനെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഖുർആൻ ഉണ്ടാകും. 6600 വരുന്ന ആയത്തും 114 അധ്യായങ്ങളും മനപ്പാടമുള്ള എത്ര മനുഷ്യരുണ്ട്? എന്തുകൊണ്ടാണ് അവർ ഹൃദയത്തിൽ നെഞ്ചേറ്റിയത്? ഇതിൽ നീതിയുണ്ട്, ഇതിൽ ധർമ്മമുണ്ട്, ഇതിൽ സത്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിനെ മറികടക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എന്താ? ബുൾഡോസർ രാജ്. നിങ്ങളുടെ പണി പാഴായി പോകും. ഇതുപോലെ ഒരുപാട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ സമയം വരെ ഇതുപോലെ ഒരുപാട് JCBയുടെ കൈകളെ പൊന്തിയതാണ്. പക്ഷേ മനുഷ്യരെ കൊല്ലാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ആശയങ്ങളെ തുടച്ചിരിക്കാൻ കഴിഞ്ഞില്ല. അത് ചരിത്രം ഒന്ന് ബാക്കിലേക്ക് പോകാം. താർത്താരിയുടെ ചരിത്രം പഠിക്കുക, ചെങ്കിസ്ഖാന്റെ ചരിത്രം പഠിക്കുക. 1 മില്യൺ ആളുകളെ കൊന്നിർത്തിട്ടും ഈ ആശയം തീർന്നു? ഒരിക്കലുമില്ല. നിങ്ങൾ എത്ര മൂടും തോറും, എത്ര തകർക്കും തോറും ആ ആശയം വരും. ആ ആശയം ലോകത്തേക്ക് ജനങ്ങൾ ഏറ്റെടുക്കും. 2050 ആകുമ്പോൾ ഇന്ന് ഭയക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മതം ഇസ്ലാമായി മാറുന്ന. നിങ്ങൾക്ക് ഇതിനെ തടയിടാൻ എങ്ങനെ സാധിക്കും? നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ TG മോഹൻദാസിനെ കൊണ്ട് പ്രസംഗിപ്പിക്കലല്ല, പ്രതീഷ് വിശ്വനാഥനെ കൊണ്ട് നിങ്ങൾ തോന്നിയാസം പറയുകയല്ല. മറിച്ച് നിങ്ങൾ ചെയ്യണം, ഇതിനേക്കാൾ മികച്ചൊരു ആദർശം നിങ്ങൾ കൊണ്ടുപോകാം. ജനങ്ങൾക്ക് കരുണീയമായി തോന്നുന്ന, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, മനുഷ്യരെ സ്നേഹിക്കാൻ പറയുന്ന, മനുഷ്യരെ ചേർത്ത് നിർത്താൻ പറയുന്ന ഒരു പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ടുപോകാം. ആ ആശയം നിങ്ങൾ കൊണ്ടുവരാത്ത പക്ഷം നിങ്ങൾക്ക് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾക്ക് തുടച്ചു മാറ്റാൻ കഴിയില്ല. കാരണം ഇന്ന് കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ ഫോളോ ചെയ്യുന്ന, അനുധാവനം ചെയ്യുന്ന നേതാവാണ്. അവരുടെ മനസ്സിൽ ആ ഹബീബായ തങ്ങളെ പറയുമ്പോൾ ഉണ്ടാകുന്ന വേദനയും വ്യതയും ഒന്ന് വേറെ. കാരണം എന്താ പറയാ, അവരെ മനുഷ്യരാക്കി തീർത്തത് കാലങ്ങൾക്കപ്പുറം ജീവിച്ച ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ കാൽപ്പാട് നോക്കിയാണ് ഇന്ന് മനുഷ്യർ ജീവിക്കുന്നത്, ഇന്ന് മനുഷ്യരായി തീർന്നത്. അതുകൊണ്ട് ആശയത്തെ നിങ്ങൾക്ക് മറികടക്കണമെങ്കിൽ നിങ്ങളുടെ ബുൾഡോസർ രാജിനൊന്നും പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിലേക്ക് ഈ ആശയം വന്നപ്പോൾ ഇവിടെയുള്ള മനുഷ്യർ, കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ അത് ആശയം സ്വീകരിച്ചെന്നുണ്ടെന്നറിയാവോ? അതിൽ ധർമ്മവും സത്യമുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇന്ത്യയിൽ തന്നെ ഇത്ര ശതമാനം ആളുകൾ TG മോഹൻദാസ് കൊണ്ട് നടക്കുന്ന ആശയത്തിൽ ഇന്ന് അത് വർദ്ധിക്കുകയാണോ കുറയുകയാണോ ചെയ്തത്? 83% ഇത് കുറയുകയാണോ കൂടുകയാണോ ചെയ്തത്? നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യൂ. കുറയുകയല്ലേ ചെയ്തത്? അല്ലേ? എങ്ങനെ കുറഞ്ഞു? നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഈ ആശയം ഇന്ത്യയുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് പോയോ? മറ്റുള്ള ആളുകൾക്ക് ആകർഷണീയമായി തോന്നിയോ? ഇഷ്ടപ്പെട്ടോ? ആളുകൾ മുഴുവനും നന്മയിലും സത്യത്തിനും ഒരുമിക്കാൻ വേണ്ടി ഈ ആശയത്തിന്റെ ഭാഗമായോ? ഇല്ല എങ്കിൽ എന്തുകൊണ്ടാണ് എന്ന ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഐ ലവ് യു മുഹമ്മദ് എഴുതുന്നവരെയും മാറി വെക്കുന്നവരെയൊക്കെ നിങ്ങൾ വീടും കുടുംബവും തുരന്നെന്ന് പറഞ്ഞാലും ഒരു മണ്ണാങ്കട്ടയും സാധിക്കാൻ പോകുന്നില്ല. അത് ഇസ്ലാമിന്റെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. പിന്നെ ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ കൂട്ടത്തിൽ പറഞ്ഞ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ഇസ്ലാമിനെന്ന് നിങ്ങൾ ആക്ഷേപിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യ നിവാസികളാരാ? ആര്യന്മാരാണ് നമ്മൾ പഠിപ്പിച്ചല്ലേ? ആര്യന്മാരെക്കാൾ പഴക്കം ദ്രാവിഡന്മാർക്കുണ്ട്. ദ്രാവിഡന്മാർ എവിടെ വന്നേ? ആര്യന്മാരാണേലും ദ്രാവിഡന്മാരാണേലും ഇന്ത്യയിൽ പറഞ്ഞവരല്ല അവരാരും. ഇവരെല്ലാം മധ്യേഷ്യക്കാരാണ്. ഇവരെല്ലാം പുറത്തുനിന്ന് വന്നവരാണ്. ഇന്ത്യയിൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു ആദർശം പറഞ്ഞിട്ടുണ്ടോ? എത്രത്തോളം ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഇന്ത്യ മഹത്താണോ ജന്മം കൊണ്ടെന്ന് പറയാം, എത്രത്തോളം തന്നെ മുസൽമാൻ പറയാനുണ്ട്. എന്തുകൊണ്ടാണ് ദ്രാവിഡന്മാർ വരുന്നത്? ഇറാനിന്നാണ്. നിങ്ങളൊന്ന് ആ ചാൻജിപ്പിനോട് ചോദിച്ചു, ഇറാനിന്നാണ് ദ്രാവിഡന്മാർ വരുന്നത്. ഈ ദ്രാവിഡം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കൺസെപ്റ്റിൽ എന്ന് മാത്രമല്ല, ചരിത്രകാരന്മാർ പറയുന്നത് നൂഹ് നബി ഇസ്ലാമിന്റെ 4 മക്കളുണ്ട്. സാം, ഹാം, യാഫത്ത്, കനാൻ. ഒരു മകൻ പ്രവാചകനാണ്. ആ പ്രവാചകന്റെ മകളായ ദഅഫത്ത് ലോപിച്ചാണ് ദ്രാവിഡൻ എന്ന വാക്കായത് വരെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പൊ മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും ഒക്കെ ഈ രാജ്യം അവകാശപ്പെട്ടതാണ്. ഇത് ഞങ്ങളുടെ മാത്രം പാരമ്പര്യം നിലകൊള്ളുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അമ്മാവൻ 4 മടക്കിയിട്ട് അതിന്റെ ഇടക്കൂടെ വെച്ചോണം കേട്ടാ.